കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MySQL ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ MySQL ഡാറ്റാബേസും അതുപോലെ തന്നെ ടാബിളും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വെൽക്കം ടു DataCandor. ദിസ് ഈസ് ദ പാർട്ട് 3 ഓഫ് SQL സീരീസ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ക്രിയേറ്റ് ഡാറ്റാബേസ്, എന്നിട്ട് ഡാറ്റാബേസിൻ്റെ നെയിം, ദെൻ സെമിക്കോളൻ. ഇങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്. ഈ രീതിയിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ഡാറ്റാബേസ്, ഇപ്പോൾ കോളേജ് DB എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെലക്ട് ആക്കിയിട്ട് റൺ അടിച്ച് നോക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, നമ്മളെ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് SQL കമാൻഡ്സ് ക്യാപിറ്റൽ ലെറ്ററിലും യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കോളേജ് DB, അതായത് ഞാൻ കൊടുത്തിട്ടുള്ള കോളേജ് DB എന്ത് ചെയ്തു, സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ രീതിയിലും കൊടുത്തു നോക്കാം. ക്രിയേറ്റ് ക്യാപിറ്റൽ ലെറ്റർ അല്ലാതെ സ്മോൾ ലെറ്ററായിട്ടും കൊടുത്തു നോക്കാം. ഡാറ്റാബേസ് കോളേജ് DB 1. ഇപ്പോൾ ഇതെല്ലാം സ്മോൾ ലെറ്ററിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോ ഇറേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സ്മോൾ ലെറ്റർ ആയിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റും, പക്ഷേ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്മോൾ ലെറ്ററിലും SQL കമാൻഡ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി നമുക്കൊന്ന് കാണാനും മനസ്സിലാക്കാനൊക്കെ ഈസി ആയിട്ടുള്ളൊരു വേയും അങ്ങനെ തന്നെയാണ്. ഇനി ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കിയാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഡാറ്റാബേസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് യൂസ് ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. ക്രിയേറ്റ് ടേബിൾ, എന്നിട്ട് ടേബിൾ നെയിം കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ടേബിളിനകത്തുള്ള കോളം നെയിം കൊടുക്കാം. കോളം നെയിമും നെക്സ്റ്റ് ആയിട്ട് കോളം ടൈപ്പും സ്ട്രിങ് ആണോ ഇൻറ്റീജർ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദെൻ സെമിക്കോളൻ. ഇതാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്. ഇനി നമുക്ക് സ്റ്റുഡൻസ് എന്ന് പേരുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, എന്നിട്ട് ഫസ്റ്റത്തെ കോളം നെയിം സ്റ്റുഡൻ്റ് ID. സ്റ്റുഡൻ്റ് ID എന്താണ്, ഇൻറ്റീജർ ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ സ്റ്റുഡൻ്റ് ID ഇൻറ്റ്. നെക്സ്റ്റ് ആയിട്ട് നെക്സ്റ്റ് കോളം വരുന്നത് നെയിം. ഞാൻ കൊടുക്കുന്നത് varchar ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ varchar മാക്സിമം സൈസ് 50 വെച്ചിട്ട് കൊടുക്കണം. ക്യാരക്ടേഴ്സിൻ്റെ മാക്സിമം ലെങ്ത്ത് 50. ദെൻ നെക്സ്റ്റ് കോളായിട്ട് കൊടുക്കുന്നത് ഏജ്. ഏജും നമ്പേഴ്സ് ആണല്ലോ, അപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ട് ഇൻറ്റ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ആക്കി, അതായത് നമ്മൾ നേരത്തെ തുറന്ന ബ്രാക്കറ്റ്, ആയത് ഇപ്പോൾ 3 കോളംസ് ആണ് ഞാൻ ഈ ടേബിളിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 3ഉം ടൈപ്പ് ചെയ്തു, അതിൻ്റെ കോളം ടൈപ്പും ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് സെമിക്കോളം കൊടുത്തിട്ട്
കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസിനകത്ത് ടാബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സിൻടാക്സ് ആണ് ഷോ ടാബിൾസ്. ഇപ്പോൾ നമ്മളെ ടാബിൾ വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് എന്നുള്ള ടാബിളാണ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, കോളേജ് DBയിൽ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ടാബിളിനകത്ത് ഡാറ്റാസൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, യൂസ് ചെയ്തു, ടാബിൾ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിനെ ഷോ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതായത് അതിനകത്തുള്ള ഡാറ്റാബേസിനകത്തുള്ള ടാബിൾസിനെ ഷോ ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ഡാറ്റാബേസ്, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കോളേജ് DB1 എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡാറ്റാബേസിനെ നമുക്ക് റിമൂവ് ആക്കാം, ആവശ്യമില്ലാത്തത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡാറ്റാബേസ്, എന്നിട്ട് ഡാറ്റാബേസിന് നെയിം കൊടുക്കാം കോളേജ് DB1. ഈ ഡാറ്റാബേസ് നമ്മൾ റിമൂവ് ആക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളെ ഡാറ്റാബേസൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സ്കീമാസ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ കോളേജ് DB മാത്രമേ ഉള്ളൂ. അടുത്തൊരു കോഡാണ് ഡിസ്ക്രൈബ്. അപ്പോൾ ഡിസ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാബിളിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണ്. ഡിസ്ക്രൈബ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കോളംസ് വരുന്നത് സ്റ്റുഡൻ്റ് ഐഡിയും നെയിമും ഏജും. സ്റ്റുഡൻ്റ് ID ഇൻഡീജറാണ്, നെയിം വേർക്കാർ 50. അത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് ഡിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് കിട്ടുക ടാബിളിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ യൂസ് ചെയ്തു, പിന്നെ ഷോ ചെയ്തു, ഡിസ്ക്രൈബ് ചെയ്തു, പിന്നെ വേണ്ടാത്ത ഡാറ്റാബേസിനെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്യുന്നതും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും DataCandor ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.